ഹായ് ഹലോ ഫ്രണ്ട്സ്, മോഡേൺ ഫാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വർക്ക് കൊല്ലം ജില്ലയിലെ അഞ്ചൽ ആലഞ്ചേരിയിൽ ചെയ്തു കൊടുത്തതാണ്. ഇവിടെ വാർഡ്രോബും പിന്നെ അതേപോലെ കിച്ചണാണ് മെയിനായിട്ട് ചെയ്തു കൊടുത്തത്. ഇവിടുത്തെ വാർഡ്രോബ് ചെയ്തു കൊടുത്തത് ഫുൾ ബോക്സ് ടൈപ്പായിട്ടാണ് ചെയ്തു കൊടുത്തത്. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന 17 mm ഫോം ഷീറ്റാണ് 2 ലെയറിൽ വരുന്ന 10 ഇയർ വാറണ്ടിയിലുള്ള ആ ഒരു ബോർഡാണിത്. ആ ഒരു ബോർഡ് ഉപയോഗിച്ച് ഇതേപോലെ ഫുൾ ബോക്സ് ടൈപ്പായിട്ട് 3 ഡോറിലായിട്ടാണ് ഈ ഒരു വാർഡ്രോബ് ചെയ്തത്. ഇതേപോലെ 3 വാർഡ്രോബ് ഇവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരു ഡോറ് ഹാങ്കറിങ്ങിനായിട്ടും ബാക്കി 2 ഡോറ് ഈക്വൽ തട്ടിലായിട്ടാണ് ചെയ്തത്. ഈ ഒരു രീതിയിലാണ് വാർഡ്രോബുകളൊക്കെ പാർട്ടിഷൻ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സ്ട്രെങ്ത്തും പിന്നെ അതേപോലെ തന്നെ ഒരു മൾട്ടിവുഡ് ലെവലിൽ ചെയ്ത ആ ഒരു വാർഡ്രോബിനെ പോലെ തന്നെ നമുക്ക് അലുമിനിയത്തിൽ ചെയ്തെടുക്കാൻ സാധിക്കും. ഇവിടെ ഇതേപോലെ ഈ ഒരു ബോർഡ് കൊണ്ട് ഫുൾ ബോക്സ് അടിച്ചതിന് ശേഷം അതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ കവർ ചെയ്തിരിക്കുന്നത് PVC ലാമിനേറ്റഡ് ഷീറ്റ് ഉപയോഗിച്ച്, മൈക്ക ഒട്ടിക്കുന്നതിന് പകരമായിട്ട് PVC ലാമിനേറ്റഡ് ഷീറ്റ് ഉപയോഗിച്ച് ഫുള്ള് റൂട്ടർ ചെയ്ത് ഒറ്റ ഷീറ്റിലാണ് അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ കവർ ചെയ്ത് കൊടുത്തത്. ഈ സൈഡ് ഭാഗമൊക്കെ കവർ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഔട്ട് ഓഫ് ഫ്രെയിം ആയിട്ട് അലുമിനിയം ഫ്രെയിം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ പുതിയ രീതിയിൽ നമുക്ക് അലുമിനിയം ഫ്രെയിം ഉപയോഗിച്ച് അലുമിനിയം പിന്നെ അതേപോലെ തന്നെ PVC ലാമിനേറ്റഡ് ഷീറ്റ് ഉപയോഗിച്ച് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാർഡ്രോബുകളൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ അതേപോലെ ഈ ഒരു ഇതിൻ്റെ ഉൾവശം തുറക്കുമ്പോൾ തന്നെ അലുമിനിയം ചാനലും പിന്നെ അതേപോലെ PVC ലാമിനേറ്റഡ് ഷീറ്റൊന്നും കാണാത്ത രൂപത്തിൽ തന്നെയാണ് ഫുള്ള് ബോർഡായിട്ടാണ് അതിൻ്റെ തട്ടുകളൊക്കെ സെറ്റ് ചെയ്തത്. ഇവിടെ ആൽക്കോടെ കൊറൽ കോഫിയിലാണ് ഇതിൻ്റെ ഡോറുകളൊക്കെ സെറ്റ് ചെയ്തത്. ആൽക്കോ അലുസോഫ്റ്റ് അലുമിനിയം ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ ഷീറ്റിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. സൈഡ് ഭാഗം കവർ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ലെക്സയുടെ PVC ലാമിനേറ്റഡ് ഷീറ്റാണ്. 3 ഡോറിലായിട്ടാണ് ഇത് ചെയ്തു കൊടുത്തത്. ഒരു ഡോറ് ഹാങ്കറിങ്ങിന്, നടുവിലേറ്റ ഡോറ് ഗ്ലാസ് ടൈപ്പ് ആയിട്ടാണ് ചെയ്തത്. ഇവിടുത്തെ 2 വാർഡ്രോബ് ഇതേപോലെ ഗ്ലാസ് ടൈപ്പ് ആയിട്ട് നടുവിലത്തെ ഡോറ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹിഞ്ചസ് ഫുള്ള് സോഫ്റ്റ് ഗ്ലോസ് ഹിഞ്ചസ് ആണ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡിൽ പ്രൊഫൈൽ ഹാൻഡിലാണ് കൊടുത്തത്. അപ്പോൾ ഇതേപോലുള്ള വർക്കുകൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. കേരളത്തിൽ എല്ലായിടത്തും ഞങ്ങൾ വർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. സൈഡ് ഭാഗം റൂട്ട് ചെയ്തത് കൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക ഫിനിഷിങ് നമുക്ക് കിട്ടും. ചാനൽ ഉപയോഗിക്കാതെ ബോർഡറൊക്കെ അടിച്ച് ഒരുപാട് ചെയ്ത അലുമിനിയം ഒട്ടും കാണാത്ത രീതിയിൽ തന്നെയാണ് ഈ ഒരു വർക്ക് ചെയ്തു കൊടുത്തത്. അതുകൂടാതെ തന്നെ ഇവിടെ PVC ഡോറും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. നോർമലായിട്ടുള്ള PVC ഡോറാണ്, സർവേഷൻ്റെ PVC ഡോറാണ് സെറ്റ് ചെയ്തത്. ഒരു 5 ഡോറ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ കട്ടിലാണ്. നമ്മൾ സാധാരണയായിട്ടുള്ള മരത്തിൻ്റെ കട്ടിലയുടെ ആ ഒരു സൈസിലാണ് ഇതിൻ്റെ കട്ടില വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫിനിഷിങ് ഈ ഒരു ഡോറിന് കിട്ടുന്നുണ്ട്. വാർഡ്രോബിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ റൂട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ബെഡ്റൂം വാർഡ്രോബ് കൂടാതെ ഇവിടെ ചെയ്തു കൊടുത്തത് മറ്റൊരു വർക്ക് ബേസൻ ടേബിൾ ടോപ്പ് ആണ്. വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ബേസൻ ടേബിൾ ടോപ്പ് സെറ്റ് ചെയ്ത് കൊടുത്തത്. ഇതിൻ്റെ സൈഡ് ഭാഗം ഒരു പറഗോള ഡിസൈനും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഫുള്ള് റൂട്ട് ചെയ്ത് കവർ ചെയ്തിട്ടാണ് ആ ഒരു പറഗോളയുടെ ഡിസൈൻ ചെയ്തു കൊടുത്തത്. ആൽക്കോടെ ഒലി ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഷീറ്റാണ് ഇതിനായിട്ട് യൂസ് ചെയ്തത് ഡോറിനായിട്ട്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ലോവർ പാനലും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സെറ്റ് ചെയ്തത് സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു ചെറിയൊരു സ്റ്റഡി ടേബിളാണ്. അത് ആൽക്കോയുടെ ഫ്രെയിം തന്നെയാണ്. ആൽക്കോയുടെ എംബ്രോയിഡറി ഗ്രീൻ ആണ് ഈ ഒരു കളറിനായിട്ട് യൂസ് ചെയ്തത്. ഈ ഒരു കളർ തന്നെയാണ് ഇവിടുത്തെ കിച്ചണും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കിച്ചൺ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കാം. പിന്നെ ഇവിടുത്തെ വർക്ക് ചെയ്തത് ഒരു ചെറിയൊരു TV യൂണിറ്റ് ആണ്. അതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ആൽക്കോയിലുള്ള കോറൽ കോഫിയിലുള്ള ആ ഒരു കളറാണ് അതിനായിട്ട് യൂസ് ചെയ്തത്. അതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു പാനലിംഗ് വർക്കും കൂടി ചെയ്തു കൊടുത്തു.
അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.